പെൻഷൻ വർദ്ധിപ്പിച്ചത് 6 മാസം കഴിഞ്ഞ് ശ്രുതി എവിടുന്ന് കിട്ടിയ കണക്കാണ്? അല്ലല്ല, അങ്ങനൊന്നും പറഞ്ഞു പോകണ്ട, അങ്ങനെ പറഞ്ഞു പോകണ്ട, അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോകണ്ട. 6 മാസം ഒന്നും അല്ല, കൈ വെച്ചിരുന്നാ മതി. അത് ഈ ഗവൺമെന്റ് അല്ലല്ല, നിങ്ങൾ അങ്ങനെ പറയണ്ട. നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട, നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട, നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട, നിങ്ങൾ മിടുക്കിയാവണ്ട, നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട. നിങ്ങളുടെ രാഷ്ട്രീയം പറയാനേ നിങ്ങൾ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം എടുത്ത് വെച്ചാൽ പ്രസംഗിച്ചാൽ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ അത് കൈവച്ചാൽ പോലും. അല്ല, പ്രകോപിത നിങ്ങൾ പ്രകോപിക്കുക, നിങ്ങൾ പ്രകോപിക്കുക, നിങ്ങൾ പ്രകോപിക്കുക. ഇത് 6 മാസമല്ല. ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ, അല്ല ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കില്ല. ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് കടുത്ത വാശിയാണെങ്കിൽ നിങ്ങളൊരു അക്ഷരം മിണ്ടത്തില്ല ഈ ഫ്ലോർ ഇരുന്നുകൊണ്ട്. ഇതിന് വട്ടുണ്ടോ? ഞാനാണ് പറയുന്നത്. ഭീഷണിയാണോ? നിങ്ങൾ ക്ഷമിച്ചു നോക്ക്. ഭീഷണിയാണോ? ഒരക്ഷരം ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കില്ല. അല്ല, നിങ്ങൾ സംസാരിക്കില്ല. അത് തന്നെ, അത് തന്നെ, അത് തന്നെ. അങ്ങനെ നിങ്ങൾ പറയണ്ട. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ? എന്നെ വിളിച്ചിരുത്തിട്ട് അങ്ങനെ പറയണ്ട. എന്നെ വിളിച്ചിരുത്തി നിങ്ങൾ അല്ലാതെ പറഞ്ഞോ, നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞോ. ഞാനൊന്നും പറയാം, അല്ലല്ല, ഞാനൊന്നും പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല, നിങ്ങൾ സംസാരിക്കില്ല. ഈ ഫ്ലോറിൽ നിങ്ങൾ സംസാരിക്കില്ല. അത്ര ഫ്ലോറിലല്ലേ ഞാൻ ഇരിക്കുന്നത്? ഈ ഫ്ലോറിലല്ലേ സംസാരിക്കുന്നത്? അതാ പറഞ്ഞേ. അങ്ങ് പ്രകോപിതനാകാതെ മറുപടി പറയൂ. മെക്ഡൊണാൾഡ് കമ്പനി 1.9 കോടി ചെലവഴിച്ച് 99-98 30 കിലോ സ്വർണം പൂശി എന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന എന്ത് തെളിവാണ് പക്കലുള്ളത്? നിങ്ങൾ ഇടയ്ക്കൂടെ പോയിടത്തേക്കേ വരുന്നുള്ളൂ. സ്വർണ്ണം 2ാമത് 6 മാസം കൊണ്ടല്ല കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചത്. 1600 രൂപ പെൻഷൻ ആവുന്നത് ഇപ്പോഴല്ല. ഈ ഗവൺമെന്റ് വരുമ്പോ 600 രൂപയുള്ള പെൻഷൻ അത് 1600 ആക്കി. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോണ്ടാണോ? ഇപ്പൊ 2000 ആക്കി. ഇനി തെരഞ്ഞെടുപ്പിന് 6 മാസം ഉണ്ട്. അത് കണ്ടോണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്തിനാ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നതിനകത്ത്? നിങ്ങൾ സ്വർണത്തിന്റെ കണക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നതിനാ? സ്വർണത്തിന്റെ കണക്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം അത് നിങ്ങൾ വേറെ ഉന്നയിച്ചോ. ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം ഇത് 8 വർഷത്തെ കഥയല്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം ഇത് 998 മുതലുള്ള ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഭരണവും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കഥകൾ അതിന് മുമ്പേ ഉള്ളതാണ്. അതുകൂടെ പിടിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ തെളിവുകൾ ഇതാണല്ലോ കോടതി പരിശോധിക്കുന്നത്. അവിടെ നിന്നും സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് മുതലുള്ളതാണല്ലോ. അങ്ങ് പറഞ്ഞ ശരിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കീഴ്ശാന്തിക്കാരനായി അവിടെ എത്തുകയും ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത ശേഷം ഈ പറയുന്ന അവിടെ എത്തുന്ന വലിയ സമ്പന്നരായ ഭക്തരുമായിട്ടൊക്കെ വലിയ ബന്ധം സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. പുറത്താക്കിയ ആൾ പിന്നെയും അവിടെ എത്തുകയാണ് സ്പോൺസറായി. അത് ഏത് കാലയളവിലാണ്? അത് അങ്ങീ പറയുന്ന 8 കൊല്ലത്തോളം ഒരു മാധ്യമപ്രവർത്തനം, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനാണല്ലോ അത് പറയുന്നത്. NP ചെക്കുട്ടി ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനാണല്ലോ ഡോക്ടർ പി കെ ഗോപൻ. അങ്ങ് ഈ പരിഹസിക്കുമ്പോൾ ഈ പറയുന്ന 2019 മുതലുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പാളി പുറത്തു പോയത് മുതലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതി അതാണല്ലോ പരിശോധിക്കുന്നത്. ആദ്യം അതിന് തീർപ്പുണ്ടാകട്ടെ. അതിൽ ആരിലേക്കൊക്കെ എത്തുന്നു അങ്ങ് അതിനോടൊന്ന് പ്രതികരിക്കൂ. എൻ വാസുവിന്റെ അറസ്റ്റ് നാളെയോ മറ്റന്നാളോ ഉണ്ടാകും. ശ്രീ ഗോപൻ, എൻ വാസുവിന്റെ അറസ്റ്റ് നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ അല്ലേ? അത് പ്രതികരിക്കും. എൻ വാസുവിന്റെ പങ്ക് കോടതി പറഞ്ഞിരിക്കുകയാണ്. അല്ല, കോടതിയുടെ ഈ ഉത്തരവിൽ അതിൽ ചില പരാമർശങ്ങൾ ഉണ്ടല്ലോ. എൻ വാസുവിന്റെ കാലത്ത് വന്ന മെയില്, ആ മെയിലുമായി ബന്ധപ്പെട്ട, അതായത് സ്വന്തം ഈ ഇവിടുത്തെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി ഉരുക്കി കൊണ്ടുവന്നിട്ട് അതിൽ ബാക്കിയുണ്ട്, അത് വെച്ച് ഞാനൊരു വിവാഹം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ആവട്ടെ എന്ന രൂപത്തിൽ മറുപടി നൽകുന്ന, അല്ലെങ്കിൽ അത് പരിശോധന നടത്താതെ മിണ്ടാതിരിക്കുന്ന എൻ വാസുവിന്റെ പങ്കിനെ കുറിച്ച് മുരാരി ബാബു നൽകിയ മൊഴി, ഇതൊക്കെ കൂടിയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കറക്ക് കമ്പനിയാണ്. ഒരു സംഘമുണ്ട്. ആ സംഘത്തിൽ നിങ്ങൾ വിശ്വസിച്ചവരുമുണ്ട്. അതൊന്ന് സമ്മതിക്കൂ. സൗകര്യമില്ല സമ്മതിക്കാൻ. മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലായില്ലോ, സൗകര്യമില്ല സമ്മതിക്കാൻ. നിങ്ങൾ വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ച എൻ വാസുവിന്റെ പങ്ക് അങ്ങ് സമ്മതിക്കുന്നില്ലെന്നാണോ? നിങ്ങൾ എന്താ ചോദിച്ചോണ്ടിരി ഞാൻ ചർച്ച നിർത്തുക. നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. അയാൾ അവിടെ അങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. എന്താണ് ചർച്ച നടത്താൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് ഉത്തരം വേണ്ടല്ലോ. അല്ല, എന്താണ് കാരണം പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് ഉത്തരം വേണ്ട. ഒരു അക്ഷരം പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല.
എന്റെ സ്മൃതി, നിങ്ങൾ ഒരു അക്ഷരം ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല. അങ്ങ് ഞാൻ പറഞ്ഞല്ലോ. മറുപടി പറയാൻ ഒരു അങ്ങ് വാചകം പെൻഷന്റെ തുടങ്ങുമ്പോൾ കാര്യം നിങ്ങൾ അടുത്ത അങ്ങയുടെ ഭാഗം ചോദ്യത്തിലേക്ക് വരിക. വിശദീകരിച്ചു. അതിനുശേഷമാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത്. പെൻഷൻ അങ്ങേക്ക് വിശദീകരിക്കണമായിരുന്നു, അങ്ങേക്ക് പെൻഷനിലേക്ക് പോകാനായിരുന്നു താല്പര്യം. ശരി, അങ്ങ് അത് പോയി, അങ്ങ് പറഞ്ഞു. അതിനുശേഷമാണല്ലോ അടുത്ത ചോദ്യം, അതിന് മറുപടി പറയൂ. എന്ത് ചെയ്യുമെന്ന് പറയും. ഇത് എന്തൊരു ശൈലിയായത്, ഇത് എന്തൊരു ശൈലിയായത്, ഇത് എവിടെ ഏർപ്പാടാണ്? ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം. എവിടുന്ന് പഠിച്ച പത്രപ്രവർത്തനമാ? നിങ്ങളുടെ രാഷ്ട്രീയം ആയിക്കൊള്ളണ്ടേ, പക്ഷെ പ്രതിപക്ഷ ബഹുമാനം കാണിക്കേ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്ന എന്തിനാ? എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ സമയം എന്താ പറയൂന്നല്ലേ ഞാൻ പറയുന്നത്. പ്രായക്കൂടുതലുള്ളത് കൊണ്ട് ചേക്കുട്ടി മാഷിനെ അല്ലെ, എന്തൊരു ശല്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടുന്ന് പഠിച്ചതായത്? ഈ ശൈലിയാണോ നിങ്ങൾ എല്ലായിടത്തും പ്രയോഗിക്കുന്നത്? ചേക്കുട്ടി മാഷിന്റെ മുതിർന്ന പത്രാധിപത്യത്വോ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തെ ഞാൻ എന്തെങ്കിലും ബഹുമാനക്കുറവ് കാണിച്ചോ? അദ്ദേഹം ഒരു ആശയം പറഞ്ഞാൽ ആശയം തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കാതിരിക്കണം. അദ്ദേഹം പൊളിറ്റിക്സാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് പൊളിറ്റിക്സ് ആണ്. അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയൻ ഭഗവത്ഗീത ഉദ്ധരിച്ചു. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം അത്. പിണറായി വിജയൻ ഭഗവത്ഗീത മാത്രമല്ല ഉദ്ധരിക്കുന്നത്, ഖുറാനും ഉദ്ധരിക്കും, ബൈബിളും ഉദ്ധരിക്കും, മറ്റു പല സൈദ്ധാന്തിക കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കും. ഒരു മുഖ്യമന്ത്രി എന്ന തരത്തിൽ അദ്ദേഹം ഭഗവത്ഗീത ഉദ്ധരിച്ച ഏത് കോൺടെസ്റ്റിലാണ് ഉദ്ധരിച്ചത്? ഭക്തി എന്ന് പറയുന്നത് RSSും BJPയും മറ്റും കാണിച്ച അക്രമമല്ല. ഭക്തി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അത് ഭഗവത്ഗീത സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. ആരാണ് ഭക്തർ, ഇവിടെ നടന്നതല്ല എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്. ഭഗവത്ഗീത ഉദ്ധരിച്ചതിന് അദ്ദേഹത്തിന് വിഷമം വന്നു. അതിനെ ഞാൻ മറുപടി പറഞ്ഞേ. അല്ലാതെ ചേക്കുട്ടി മാഷിന്റെ പാരമ്പര്യത്തെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയോ ഒന്നും എനിക്ക് ഒരു ബഹുമാനക്കുറവില്ല. ഞാൻ അദ്ദേഹമായിട്ട് നിരവധി തവണ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാന്യനായ ചേക്കുട്ടി മാഷ് എന്നല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ സീനിയറായ ശ്രീകുമാർ സാറും പത്രപ്രവർത്തകനാ. എത്ര ചർച്ച ഞങ്ങൾ തമ്മിൽ ഇരുന്നിട്ടെന്ന് ചോദിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും ശ്രീമതി സ്മൃതിയോടും ഇല്ല. ഒരു നല്ല പത്രപ്രവർത്തകന് നിങ്ങളോട് എനിക്ക് ബഹുമാനമുള്ളത്. നമ്മൾ തമ്മിലുള്ള തർക്കം എവിടെയാണ്? ഞാൻ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള പ്രശ്നത്തിലുള്ള തർക്കം. അല്ല, നിങ്ങൾ നിങ്ങളുടെ ആശയം നന്നായിട്ട് അവതരിപ്പിക്കുന്ന ആളാ. ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട ചാനലിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. അതൊക്കെ എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ ഞാൻ പറയാനും കൂടെ സമ്മതിക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്നത് നാളെ വാസുവിനെ അറസ്റ്റ് ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? നാളെ കോടതിയുടെ നിരീക്ഷണമാണെന്നേ. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞത് ഡോക്ടർ പി കെ ഗോപൻ. അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചവർ പോലും ഇപ്പോൾ അറസ്റ്റിലേക്ക്, അവരെ പോലും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ, അപ്പോൾ N വാസു എന്ന പാർട്ടിയുടെ വിശ്വസ്തനായിരുന്ന ആളെ കൂടിയും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിലെന്താണ് പ്രതികരണം എന്നാണ് അങ്ങോട്ട് ചോദിച്ചത്. ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് മാറി നിൽക്കാൻ പറ്റുമോ പൂർണ്ണമായും? എന്റെ സ്മൃതി അതിനെല്ലാം കൂടി ചേർത്ത് മുഖ്യമന്ത്രി ഒരു ഉത്തരം പറഞ്ഞായിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ CPM വിശ്വസിച്ചേൽപ്പിച്ച ആളുകൾക്ക് പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ പറ. എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഇവിടെ പറയാം, നിങ്ങൾ ഇന്ന നിലപാടെടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് നിലവിലുള്ള ദേവസ്വം ബോർഡിനെ ഏതാണ്ട് തുടരാൻ പോകുന്നു. ഞങ്ങൾ പറഞ്ഞില്ല തുടരാൻ. ഞങ്ങൾ തീരുമാനിച്ച് അറിയിച്ചിട്ടുമില്ല. ഞങ്ങൾ പ്രസ് റിലീസ് കൊടുത്തില്ല. പാർട്ടി കമ്മിറ്റി തീരുമാനം എന്നായിരുന്നോ വാർത്തകൾ? നീട്ടാൻ സാധ്യത എന്നല്ലായിരുന്നു വാർത്തകൾ. ആ സൂചനയുണ്ടായിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്നു. ഇന്നലെ കോടതി ഉത്തരവിന് ശേഷമാണ് തീരുമാനം മാറുന്നത്. തന്നെ നിരീക്ഷണത്തിലെത്തി നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യുക. അതല്ലേ പറഞ്ഞേ, നിങ്ങൾ തന്നെ സൂചന പറയുക, നിങ്ങൾ തന്നെ നിരീക്ഷണത്തിലെത്തുക, നിങ്ങൾ തന്നെ. ഈ സൂചനകളൊക്കെ ശ്രീ ഗോപൻ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്തകളൊക്കെ പുറത്തേക്ക് വരാറ്. ഇതൊക്കെ ഗവൺമെന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വാർത്തകൾ ഉണ്ടാവുക. അങ്ങ് മനസ്സിലാക്കേണ്ടത്, സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴല്ല ഒരു വാർത്ത ഉണ്ടാകുക. ഒരു ഉത്തരവിന് മുന്നേ കിട്ടുന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഉത്തരവിന് മുന്നേ കിട്ടുന്ന സൂചനയാണ് പ്രധാനപ്പെട്ട വാർത്ത. അതിലാണ് മാധ്യമപ്രവർത്തകർ മിടുക്ക്. അങ്ങനെയുള്ള വിവരങ്ങൾ നേരത്തെ കിട്ടും. അത് അങ്ങ് ഇല്ല എന്നിപ്പോൾ പറയുമ്പോൾ ഇന്നലത്തെ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആ തീരുമാനം മാറ്റുകയാണ്. നിങ്ങളുടെ മിടുക്ക് പൊളിഞ്ഞു പോയല്ലോ. ആരാ അവരെ പ്രശാന്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതുവരെയും ദേവസ്വം മന്ത്രി അടക്കം പ്രതികരിച്ചിട്ടുള്ള. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറഞ്ഞത്? എന്ത് തരത്തിൽ വേണമെങ്കിലും അന്വേഷണം വന്നോട്ടെ, എനിക്കെതിരെ വേണമെങ്കിൽ അന്വേഷണം വന്നോട്ടെ എന്നാണല്ലോ. പക്ഷെ ഇപ്പോൾ കോടതി അതിരൂക്ഷമായ വിമർശനങ്ങൾ. അല്ല, ആ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2025 പിഴവിനെ കുറിച്ചാണ്, 2024 പിഴവിനെ കുറിച്ച് കൂടിയാണ്. മോനെ മോനെക്കുട്ടാ, മോനൊന്ന് എഴുന്നേറ്റേ. കുഴപ്പമൊന്നുമില്ലല്ലോ. മോനൊന്ന് നേരെ നിന്നല്ലോ. നിന്നച്ചാ